പ്രിയമുള്ളവരെ, ഈ അധ്യയന വർഷത്തിലെ 2ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി ടൂർ പ്രോഗ്രാം നമ്മൾ ജനുവരി മാസം 19 മുതൽ 22 വരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രധാനമായും കൂർഗ്, അതുപോലെ മാൽപേ ബീച്ച് എന്നീ 2 സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സന്ദർശിച്ചത്. വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരെല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു മാക്സിമം പെൺകുട്ടികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുള്ളത്. അതും വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരുവിധം എല്ലാവരും, വരാൻ സാധിക്കുന്ന എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഈ ടൂറിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂർഗിലെത്തുകയും കൂർഗിലെ പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള ബാംബു ഫോറസ്റ്റ്, അതുപോലെ ഗോൾഡൻ ടെമ്പിൾ, ഹാരംഗി ഡാം മുതലായ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും ഷോപ്പിംഗ് മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. 2ാമത്തെ ദിവസം നമ്മൾ മാൽപേ ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ മാൽപേ ബീച്ചിലെത്തുകയും അവിടുത്തെ സെൻറ്റ് മേരീസ് ഐലൻഡ് വിശദമായിട്ട് സന്ദർശിക്കുകയും സെൻറ്റ് മേരീസ് ഐലൻഡ് കുട്ടികൾക്ക് വളരെ നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചത്. പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള ബോട്ടിങ്, അതുപോലെ ആ പ്രത്യേക തരത്തിലുള്ള മണലിൻ്റെ ഒരു സാന്നിധ്യം, കക്ക പോലുള്ള ഇത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേക തരത്തിലുള്ള കടലിൻ്റെ ഒരു സാന്നിധ്യം എല്ലാം നല്ല രീതിയിൽ കുട്ടികൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഒരു സന്തോഷജനകമായിട്ടുള്ള രീതിയിൽ ഈ വർഷത്തെ സ്റ്റഡി ടൂർ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത എല്ലാ കുട്ടികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് വിജയകരമാക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർ, കൂടാതെ നമുക്ക് യാത്രാ സൗകര്യമൊരുക്കിയ സഹോദരങ്ങൾ. അപ്പോൾ ഈ പ്രോഗ്രാം നല്ല രീതിയിലൊരു വിജയമാക്കാനും പരിശ്രമിച്ച എല്ലാ അധ്യാപകരും, പ്ലാനിങ് മുതൽ അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാത്തിലും പങ്കെടുത്ത അധ്യാപകർ, ഇതിന് അനുമതി തന്ന നമ്മുടെ PTA ബഹുമാന്യ നമ്മുടെ PT പ്രസിഡന്റ് ശ്രീനിവാസൻ അവർക്ക്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ യാത്രയുടെ ചില നല്ല ഓർമ്മകൾ ഇവിടെ ചേർക്കുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ പല ദേശങ്ങളിലും ഭാഗങ്ങളിലൊക്കെ ആയിപ്പോകും. ആ സമയത്തും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാനായിട്ട് സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. ശ്വാസമാ
music in my heart brings a loved up tone. Would you let me sing my love? I drifted through the night, you're the star in my sight. The moment makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Gadi, sorry, gadi, sorry, gadi, sorry, gadi, sorry, gadi. The music slows down, my sweetheart dancing with you. Oh, the sorry, gadi, gadi, sorry, gadi, sorry, gadi, sorry, gadi. புது மணவாளன் வரவாக திறனுரையாடும் கடலாக மின்னழகாகவே இனி ஒரு நாளும் பிரியாதே ஒழுகணும் ஒரு மனமோடு ஒன்னாய் என்னும் വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി പൂക്കും ചിരി തിരി തെളിയും താരകം നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം കാൽ താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ
വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി ചുറ്റും കാട്ടായി മേഘക്കൂടെ പിടിച്ച് മോഹപ്പടവുകളേറി ഞാൻ ചെല്ല ചുണ്ടത്തിട്ടും മല്ലി ഇപ്പൊ എന്ത് ചെയ്യാനാ നടന്നേ പറ്റുള്ളൂ മറക്കാൻ പറ്റുന്നില്ല ആകാശത്തെ നാം പാക്കുറേൻ ആര് കടൽ നാം പാക്കുറേൻ അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ ചെക്കോസ്ലോവാക്യക്കാരൻ മൈക്കിളിനെ ഇടുക്കിക്കാരൻ ബെഹനാൻ ഒരു പാഠം കൂടി പഠിപ്പിച്ചു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് യു ആർ വിത്ത്. മറ്റേ സാധനം കിട്ടിയാൽ വിടരുത്, പിടിക്കണം. ഏത് നൊസ്റ്റാൾജിയ.